ഗൈസ് വെറും 5 മിനിറ്റത്തെ വർക്ക് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് 300 രൂപ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അത് നിങ്ങൾക്ക് ഏത് യു പി ഐ ആപ്പ് ആയാലും ജസ്റ്റ് യു പി ഐ അടിച്ച് നിങ്ങൾക്ക് ഏത് ഗൂഗിൾ പേ ഏതായാലും നിങ്ങൾക്ക് പേയ്മെൻറ്റ് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മാത്രം മതി. ഓൾ ടെലിഗ്രാം ചാനൽ പോയിട്ടുണ്ട്. ജസ്റ്റ് ഒരു 5 സബ്സ്ക്രൈബേഴ്സും കൂടി ആയാലും 1K സബ്സ്ക്രൈബേഴ്സ് അടിക്കും. ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ഇൻട്രോ ലാഗ് അടിപ്പിക്കുക കാര്യങ്ങളോ ഒന്നുമില്ല, ഡയറക്റ്റ് നമുക്ക് വീഡിയോയിലോട്ട് പോവുക. അതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, ഈ വീഡിയോക്ക് ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിച്ചു വെക്കുക. അത് മാത്രമേ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യം. ജസ്റ്റ് ഒന്ന് വീഡിയോക്ക് ലൈക്ക് അടിച്ചു വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ടൈം ഒന്നും വേസ്റ്റ് ചെയ്യണം, നേരം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ടേക്ക് പോകാം. സോ ഗൈസ്, നിങ്ങൾക്ക് 300 പ്ലസ് ഒരു 50 രൂപയും കൂടി കിട്ടുന്നതായിരിക്കും. സോ നിങ്ങൾ ആദ്യം ആ ഒരു യു പി ഐ ഡിയും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യുക ക്യാമ്പയിനിൽ. അതിനുശേഷം നിങ്ങളുടെ സൈനപ്പ് എന്നുള്ള ഭാഗത്തേക്ക് ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ ഇമെയിൽ അടിക്കുക. അതിനുശേഷം നിങ്ങൾ പ്രൊസീഡ് ടു വെരിഫൈ OTP എന്ന് അടിക്കുക. അതിനുശേഷം OTP ആ ഒരു ഇമെയിലോട്ടേക്ക് വന്ന OTP ജസ്റ്റ് എൻ്റർ ചെയ്യുക. ഓക്കെ, സോ ഗൈസ്, അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണും, ഒരിക്കലും സ്കിപ്പോ കാര്യങ്ങളോ അടിക്കരുത്. നിങ്ങൾക്ക് 300 രൂപ കിട്ടുന്ന ഒരു ലൂട്ട് ഓഫറാണ്. അതിനുശേഷം നിങ്ങൾ മൊബൈൽ വെരിഫിക്കേഷനാണ്, നിങ്ങൾ മൊബൈൽ നമ്പർ അടിച്ച ശേഷം അതിൻ്റെ OTP കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് എടുക്കുക. ഓക്കെ, ലൈക്ക് അടിക്കാത്തവർ മസ്റ്റായിട്ട് ലൈക്ക് അടിക്കുക. അത് ആദ്യമേ അടിച്ചു വെക്കുക, അത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ പാൻ നമ്പർ അടിക്കുക, പിന്നെ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളൊക്കെ ജസ്റ്റ് അതിൽ സെറ്റ് ചെയ്ത് വെക്കുക. നിങ്ങളെ DOBയിൽ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം വെരിഫൈ KYC എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. പിന്നെ മസ്റ്റായിട്ടും വീഡിയോക്ക് ലൈക്ക് അടിക്കണം, ഇനി പറയേണ്ട ആവശ്യം വരരുത്. ഓക്കെ, സോ അടുത്ത വെച്ചാൽ അപ്ലോഡ് യൂസിങ് ഡിജിലോക്കർ. ഈ ഡിജിലോക്കറിലെ അക്കൗണ്ടിലുള്ളവർക്ക് ഈസി ആയിരിക്കും സംഭവം. ഓക്കെ, സോ അതിനുശേഷം നിങ്ങൾ ഒതൻറ്റിക്കേറ്റ് ആധാർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ആധാർ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്ത് OTPയും കാര്യങ്ങളൊക്കെ കൊടുത്ത് ജസ്റ്റ് ഒന്ന് സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി. അതൊരു സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. അതിനുശേഷം നമ്മൾ ഡിജിലോക്കറിൻ്റെ പിന്നും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യുക. ഓക്കെ, ഇത് ഡിജിലോക്കറിൻ്റെ ഉള്ളിൽ തന്നെ ചെയ്യുന്നത്, വേറെ തേർഡ് പാർട്ടി കാര്യങ്ങളൊന്നും അല്ല. ഓക്കെ, അതിനുശേഷം ലോഡിങ് കാണിക്കും. പിന്നെ നിങ്ങളുടെ ഒരു സെൽഫി ജസ്റ്റ് ഒന്ന് കൊടുക്കുക. ഓക്കെ, ഇതേ കണക്കത്തെ ഞാൻ ജസ്റ്റ് ഒന്ന് സെൽഫി കൊടുക്കുന്നുണ്ട്. ഓക്കെ, മുഖത്ത് കാര്യങ്ങളൊന്നും നോക്കണ്ട. അതിനുശേഷം നിങ്ങളുടെ ഓൾറെഡി ഡീറ്റെയിൽസ് വരും. ആടെ നോമിനി എന്നുള്ളടുത്ത് ഐ ഡു നോട്ട് വിഷ് ടു ആഡ് നോമിനി എന്നുള്ള കൊടുക്കുക. പിന്നെ അതിനുശേഷം നിങ്ങൾ ബാങ്ക് സെർച്ച് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ അടുത്തില്ല ബാങ്ക് സെർച്ച് ചെയ്തതിന് ശേഷം ബാങ്കിൻ്റെ ഓക്കെ, നിങ്ങൾ ബാങ്ക് സെർച്ച് ചെയ്യുക വീട്ടൊക്കെ. സോ ഇവിടെ ഞാൻ ഫെഡറൽ സെർച്ച് ചെയ്തിട്ടുണ്ട്. അതിന് IFSC കോഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രാഞ്ച് നെയിം അടിച്ചാൽ അത് ഓട്ടോമാറ്റിക്കലി IFSC കോഡായിട്ടും വരും. സോ ഞാൻ അത് ഇതാക്കിയതിന് ശേഷം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ കൂടി ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. സോ അതിനുശേഷം വെരിഫൈ ബാങ്ക് ഡീറ്റെയിൽസ് എന്നായിരിക്കും. അപ്പോൾ ആ ഒരു ചെറിയൊരു രൂപ 5 റുപ്യ 1 റുപ്യായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ നമ്മളിത് വെരിഫൈ ആക്കുന്നതായിരിക്കും ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, ഇവിടെ നോ എക്സ്പീരിയൻസ് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം എല്ലാം ടിക്ക് മാർക്കും കാര്യങ്ങളൊക്കെ അടിച്ച ശേഷം നെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം I agree എന്നുള്ള ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ നിങ്ങൾ ജസ്റ്റ് അപ്ലോഡ് സാലറി സ്ലിപ്പ് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് വിടുക. ഓക്കെ, അതിനുശേഷം അവിടെ ബ്രോക്കറേജ് പ്ലാൻ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അത് പേയ്മെൻറ്റ് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത് 0 എന്നുള്ള താഴെ പോയാൽ 0 എന്നുള്ള കാണിക്കും. അപ്പോൾ നിങ്ങളൊന്നും ആക്കണ്ട, അപ്ലോഡ് ബ്രോക്കറേജ് അപ്ലോഡ് സബ്സ്ക്രിപ്ഷൻ പ്ലാൻ എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അതിനുശേഷം സിഗ്നേച്ചർ ഇടാം. ഒന്നും ആക്കണം, നിങ്ങൾ കൈമൊരു നോട്ട്ബുക്ക് ഉണ്ടാവും, അതിൽ ജസ്റ്റ് ഒന്ന് സിഗ്നേച്ചർ ജസ്റ്റ് ഒന്ന് ഇതാക്കുക, ഫോട്ടോ എടുക്കാം. അതിലിട്ടതിന് ശേഷം ആ ഒരു നോട്ട്ബുക്കിൻ്റെ പേജ് ഫോട്ടോ എടുക്കുക. അതിനുശേഷം സിഗ്നേച്ചർ ആഡ് ആക്കാം. അതിനുശേഷം ഈ സിഗ്നേച്ചർ സർവീസും കൂടി ജസ്റ്റ് ഒന്ന് ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻസ് അഗ്രി ചെയ്ത് നമ്മുടെ ആധാർ നമ്പർ ഇവിടെ അടിക്കുക. ഓക്കെ, ആധാർ നമ്പറും കാര്യങ്ങളൊക്കെ അടിച്ച ശേഷം OTP വെരിഫൈ ആക്കാം. സോ OTP വെരിഫൈ ആക്കിയാൽ അവിടെ ഡോക്യുമെൻറ്റ്സ് അതിന് സക്സസ്ഫുള്ളി കാണിക്കും. അവിടെ കുറച്ച് സമയം നിൽക്കുക. അതിനുശേഷം വീണ്ടും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ആക്കി നിൽക്കുക. ഓക്കെ, ഡിജി ഒന്നില്ല, ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് വരും. അങ്ങനെ ഏകദേശം നമ്മളെല്ലാ കാര്യങ്ങളും സബ്മിറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഒന്നുകൂടി അവിടെ ലോഡിങ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഏകദേശം എല്ലാ കാര്യങ്ങളും സബ്മിറ്റ് ആക്കിയിട്ടുണ്ട്. ഒന്നുമില്ല, ഇനി നേരെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഗെറ്റ് ആപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്പ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളത്. സോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ നേരത്തെ കൊടുത്ത ഇമെയിലില്ലേ, ഓക്കെ, നമ്മൾ ഫസ്റ്റ് കൊടുത്ത ആ ഒരു ഇമെയിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ പാസ്വേഡ് അടിച്ചിട്ട് ലോഗിൻ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങളുടെ സൈൻ വിത്ത് ഗൂഗിൾ എന്നുള്ളടുത്ത് പോയിട്ട് നിങ്ങളുടെ ആ ഒരു ഇമെയിൽ ജസ്റ്റ് സെലക്ട് ആക്കിയാൽ പെട്ടെന്ന് ടപ്പേന്ന് പറഞ്ഞിട്ട് ലോഗിൻ ആവുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ഒരു 50 രൂപ ജസ്റ്റ് 50 രൂപ ആഡ് ആക്കേണ്ടതുണ്ട്. അത് നിങ്ങൾക്ക് വിഡ്രോ അടിക്കാം. ഓക്കെ, സോ ഞാൻ തമ്മിൽ കൊടുത്തതിൽ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ നോ ഇൻവെസ്റ്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത്, പക്ഷേ നിങ്ങൾക്ക് 300 രൂപ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ കാണിക്കുന്നത് എന്താ വെച്ചാൽ ഏകദേശം നമുക്കിവിടെ 1 to 2 ബിസിനസ് ഡേയ്സിനുള്ളിൽ നമ്മൾ ഈ കൊടുത്ത സംഭവം നമ്മൾ കൊടുത്ത ഡോക്യുമെൻറ്റ്സ് അവർ വെരിഫൈ ആക്കിയിട്ട് അക്കൗണ്ട് അപ്രൂവ് ആക്കുന്നതായിരിക്കും. സോ അക്കൗണ്ട് അപ്രൂവ് ആക്കിയാൽ തിങ്കളാഴ്ച ടു വെള്ളിയാഴ്ച ഏകദേശം രാവിലെ ടു 3:30 വരെ ഇല്ല ആ ഒരു ടൈമിങ്ങിൽ നിങ്ങൾ എന്താക്കേണ്ടത് വെച്ചാൽ നിങ്ങൾ ആഡ് ഫണ്ട്സ് എന്നുള്ളടുത്ത് പോയിട്ട് ഒരു 50 രൂപ ആഡ് ആക്കാം. ഓക്കെ, 50 രൂപ ആഡ് ആക്കിയതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 2 ദിവസത്തിനുള്ളിൽ 1 to 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇപ്പം
നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് 1-2 ദിവസത്തിനുള്ള അവർ അപ്രൂവ് ആക്കുന്നതായിരിക്കും. അപ്രൂവ് ആക്കിയാൽ തിങ്കളാഴ്ച ടു വെള്ളിയാഴ്ച നോക്കുക. ഓക്കെ, 10 to 9 to 4 നോക്കുക. അതിനുശേഷം നിങ്ങൾ ആഡ് ഫണ്ട്സിൽ ഒരു 50 രൂപ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ ഡെപ്പോസിറ്റ് ചെയ്യുക. വെറും 50 രൂപ മാത്രം മതി. അതിനുശേഷം നിങ്ങൾക്കൊരു ഇവിടെ സ്റ്റോക്സ് കാണാൻ പറ്റും. അതിൽ ഏകദേശം ഒരു 10-20 ഏതെങ്കിലും ഒരു 4-5 സ്റ്റോക്സ് ഇവിടെ വിഷ് ലിസ്റ്റിൽ ഇട്ട് വെക്കുക. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോഴേ കുറച്ച് സ്റ്റോക്സ് വിഷ് ലിസ്റ്റിൽ ഇട്ട് വെക്കാവുന്നതാണ്. സോ അതിനുശേഷം അങ്ങനെ വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ആ സ്റ്റോക്ക് ഇപ്പോൾ 10 രൂപേൻ്റെ സ്റ്റോക്ക് ആണെങ്കിൽ ഒരു സ്റ്റോക്ക് വാങ്ങാം. ഓക്കെ, അത് ഡെലിവറി എന്നുള്ളടുത്ത് ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഒരു സ്റ്റോക്ക് ജസ്റ്റ് ഒന്ന് ബൈ ചെയ്യുക. ഓക്കെ, സോ ബൈ ചെയ്തിന് അന്നേരം തന്നെ സെല്ലാക്കുക. അങ്ങനെ 2-3 വേറെ സ്റ്റോക്ക് ബൈ ചെയ്യുക. ഒരു 10-20 രൂപയുടെ ഏതെങ്കിലും സ്റ്റോക്ക് വാങ്ങുക, ബൈ ചെയ്യുക, സെല്ലടിക്കുക. ഓക്കെ, അത് ഇവിടെ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻ ഉണ്ട്. ഇൻട്രാഡേ അങ്ങനെ കാര്യങ്ങളുണ്ടാവും. അതിൽ ഡെലിവറി എന്ന് പറഞ്ഞിട്ട് സംഭവമുണ്ട്. സോ അവിടെ ആ ഒരു ഇതിലാണ് നിങ്ങൾ ബൈ ആക്കേണ്ടത്. ബൈ ആക്കുക, അതിനുശേഷം സെല്ലാക്കാം. അങ്ങനെ ഒരു 4-5 വട്ടം റിപ്പീറ്റ് ചെയ്തതിന് ശേഷം വിത്തിൻ 48 ഹവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് 300 രൂപ നിങ്ങളുടെ നിങ്ങൾ കൊടുത്ത ആ UPI ID ആ ഗൂഗിൾ പേ ആ UPI IDയിലോട്ടേക്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ അതിനുശേഷം നിങ്ങൾ ഈ ആഡാക്കി 50 രൂപ ആണെങ്കിൽ നിങ്ങൾക്ക് വിഡ്രോ അടിക്കാൻ പറ്റുന്നതുമാണ്. ലിമിറ്റ് കാര്യങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് വിഡ്രോ അടിക്കാൻ പറ്റുന്നതാണ്. നമ്മൾ എന്തിനാണ് ഈ 4-5 വട്ടം ഈ ഇപ്പോൾ 50 രൂപയ്ക്ക് ഒരു 2-3 സാധനം വാങ്ങിയിട്ട് വീണ്ടും സെല്ലാക്കി കളിക്കുന്ന വെച്ചാൽ ജസ്റ്റ് ട്രാക്ക് ആവാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഓക്കെ, സോ ടൈമും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, സോ ഇത് 2 ദിവസം ഒന്നും എടുക്കേണ്ട. ചിലപ്പം ഇന്ന് നിങ്ങൾ ചെയ്ത നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും അക്കൗണ്ട് കാര്യങ്ങളൊക്കെ അപ്രൂവ് ആകിക്കും. സോ നിങ്ങൾ തിങ്കളാഴ്ച ടു വെള്ളിയാഴ്ച 9 to 3 മണി അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ കുറച്ച് സ്റ്റോക്സ് വാങ്ങിക്കുക. ഓക്കെ, ഒരു 10 രൂപയ്ക്ക് ഒരു സ്റ്റോക്ക് വാങ്ങിക്കുക, അതിനുശേഷം വിൽക്കുക. ആ സ്റ്റോക്സ് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. ഓക്കെ, ഞാൻ വീഡിയോയിൽ കാണിച്ചു നടക്കുന്നത് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. സംഭവം ഈസി കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, സോ ഇതേ കണക്കത്ത് ഇപ്പം ഓപ്പൺ മണി എന്നായിരിക്കും നമുക്ക് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ റിസീവ് ആവുന്നതായിരിക്കും. ഓക്കെ, സോ വീഡിയോക്ക് ഇനി ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ മാക്സിമം ലൈക്ക് അടിക്കുക. ഓക്കെ, സോ ലൈക്ക് നല്ല രീതിയിൽ കുറവാണ്. കാണുന്ന എല്ലാവരും ജസ്റ്റ് ലൈക്ക് അടിക്കുക. കാരണം നല്ല രീതി ഡൗൺ ആണ്. അത് മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. വീഡിയോ ഞാൻ കറക്റ്റ് ഡെയിലി നല്ല ലൂട്ട്സ് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ആക്കിക്കോളാം. ഇന്നലെ വീഡിയോ ഇടാത്തത് ലൂട്ട് ഓഫറും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടാണ്. ഓക്കെ, ഇന്ന് കിട്ടിയോടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇടുന്നു മാത്രം. സോ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.